പരീക്ഷയുടെ തലേദിവസമാണ് എനിക്ക് തലയാഴ്ചയിൽ എനിക്ക് സ്കൂളിന് അംഗീകാരം കിട്ടി. 3 വർഷത്തിന് ശേഷമാണ് അല്ലേ? ഈ 3 വർഷം എന്തേരെ കഷ്ടപ്പെട്ടെന്ന് പറയാം. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും വിഷമം വരില്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ ആ കഷ്ടപ്പാടും സാധനം. ഈ സാറന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ ശമ്പളം ഇല്ലാണ്ടാണ് പഠിപ്പിക്കുന്നത്. എനിക്കുണ്ട പൈസ ഉള്ള ആൾക്കും. അതെ അതെ. അപ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കുക, ഇപ്പം കിട്ടും. അന്നേരം ചിലരൊക്കെ വിമർശിക്കുന്നുണ്ട് സാറന്മാർ. ഇങ്ങനെ ഞാൻ ചുമ്മാ പറയുന്നതാണ്, ഞാൻ അവിടെ പോയി ഹോട്ടലെങ്ങാണ്ട് താമസിച്ച് വരികയാണ്. ഇപ്പം നമുക്ക് പ്രേക്ഷകരോട് ഒരു ദൂത് പറയാനുള്ള ഒരു സമയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരു വൈദികന് ഒരു സൗകര്യങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ നാടിന് വേണ്ടിയിട്ട്, അവിടുത്തെ ജനത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്ന ചില കഷ്ടപ്പാടുകൾ ശരിക്കും അത് അവിടുത്തെ തന്നെ ജനങ്ങൾ അറിയുന്നില്ല, കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ പരിസരങ്ങൾ, ഇപ്പോൾ ഹോസ്പിറ്റലാണേലും അതേപോലെ തന്നെ സ്കൂളുകളാണേലും ഇങ്ങനെയുള്ള നിരവധി വൈദികരുടെ വിശ്വസ്തതയിൽ, അവരുടെ സഹനത്തിൽ ഉയർന്നു നിൽക്കുന്നതാണ് എന്നുള്ള ഒരു ഓർമ്മയാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമുക്ക് നൽകുന്നത്.